അല്ല ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ചെഞ്ചുമ എൻജോസിൻ്റെ യൂട്യൂബ് ചാനലിൽ അടുത്ത വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മാഗി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മീൻകറിയാണ്. ഏത് മീനമ്മേ? വറ്റ മീൻകറിയാണ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ നമ്മളിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ആകുന്നുണ്ടോ? ചട്ടി വെച്ചു, പിന്നെ എണ്ണ ചൂടാക്കി എണ്ണ വെച്ചു. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇട്ടിട്ടുണ്ട്. മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മുളക് അരിഞ്ഞത് ഒരു പാത്രത്തിലുണ്ട്, ചെറിയ പാത്രത്തിൽ മുളക് അരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ട് അമ്മ അതിലേക്ക് വെളുത്തുള്ളി ഇടാൻ പോവുകയാണ്. വെളുത്തുള്ളി ഇട്ടിരിക്കുന്നു. ഇനി സ്പൂണൊക്കെ വെച്ചത് തവി, നമ്മളിവിടെ സ്പൂൺ തവിന്ന് രണ്ടും പറഞ്ഞില്ലേ അമ്മേ? ഞങ്ങളുടെ സ്പൂണെന്നും പറഞ്ഞ് തവിയെന്നും പറയും. കുറച്ച് സോറി ഗൈസ്, തവി. ഇപ്പം നമ്മൾ സ്പൂൺ വെച്ചാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണിത്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇടാൻ പോവാണ്. അത് വെളുത്തുള്ളി ഇതായി കഴിയുമ്പോൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് ഇടാൻ പോവുകയാണ് അമ്മ. വെളുത്തുള്ളി ഇതല്ല, വെളുത്തുള്ളി ഇതുമാതിരി ചുമക്കുന്ന അമ്മ വട്ടത്തിലിട്ട് നോക്കുകയാണ്. വെളുത്തുള്ളി ചുമന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളക് ഇടുന്നതായിരിക്കും. അപ്പം പച്ചമുളക് ഇടാൻ വേണ്ടി പോവുകയാണ്. പച്ചമുളക് ഇട്ടിരിക്കുകയാണ്. എന്തിനും പറയാനല്ലേ. പച്ചമുളക് ഇട്ട് പിന്നെ അടുത്ത് മുളക് പൊടി ഇടാൻ പോകണം. മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് വറുക്കും. മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി നമ്മളൊക്കെ ഇങ്ങനെ ഓരോ പാട്ടയിലേക്ക് ആണ് ഇടുന്നത്. നമ്മളിതിൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും. ചില വീട്ടിലുള്ള പിന്നെ അത് പ്രത്യേകം പാട്ട് നമ്മൾ ഇവിടുന്ന് എന്താ പാത്രത്തിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊക്കെയാണ്. മല്ലിപ്പൊടി ഇടാൻ പോകുന്നു. മുളക് പൊടി എത്ര സ്പൂൺ ഉണ്ടെന്ന്? 2.5 സ്പൂണ്. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുകയാണ്. ഇനി എത്ര പൊടിയാണ് മല്ലിപ്പൊടി? 2. ഇനി ഇളക്കും. ഇത് ഇളക്കുകയാണ്. അതൊന്ന് മൂക്കണം അല്ലേ? വെള്ളം ഒഴിക്കും. അതൊന്ന് മൂക്കുന്ന വരെ അമ്മ ഇളക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കാൻ പോവുകയാണ് മമ്മി. വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇനി പുളി പിഴിഞ്ഞൊഴിക്കും. പുളി പിഴിഞ്ഞ് ഒഴിക്കുമോ? കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മളത് എടുത്തിട്ട് അത് നമ്മൾ ഈ പിഴിയല്ലത്, പിഴിയല്ല, വാളംപുളി, മീൻപുളി. അതെന്ത് ചെയ്യും? നമ്മൾ മീൻ വെട്ടുന്ന മുന്നേ നമ്മളത് വെള്ളത്തിലിട്ട് വയ്ക്കും. അതൊന്ന് കുതിരാൻ വേണ്ടി അല്ലേ? കുതിരാൻ വെച്ച് അത് കഴുകി ഇടാൻ പോകും. അത് കഴുകി ഇടാൻ വേണ്ടി പോവുകയാണ്. ഇട്ടില്ലത് പുളി ഇടാൻ പോവാണ്. പുളി നമ്മൾ വേണ്ട മൊന്തക്കകത്താണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. വെള്ളം പുളീനെ കീറി തട്ടി വെച്ച് തരാൻ ആരും ഇല്ല ഇവിടെ കേട്ടോ. എല്ലാത്തും ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. പുളി ഇട്ട് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ് എടുത്തേക്കണം. നമ്മൾ ഉപ്പോട്ടെ കണ്ടോ? നമ്മളൊക്കെ പാപ്പയാണ് കേസ്. എത്ര സ്പൂൺ ഉണ്ടോ? 2 സ്പൂണോ? 2 സ്പൂൺ. ചെറിയ സ്പൂണാണ്. ചെറിയ സ്പൂണിനകത്ത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഇളക്കി ഇനി തീ അരിക്കുമ്പം ഇനി കഷ്ണങ്ങൾ പറക്കിടാൻ പോവാം. അടുപ്പെടുക്കാൻ പോവുകയാണ്. എല്ലും വേണമായിട്ട് പോയിരിക്കുന്നത്. നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ അടുക്കളയൊക്കെ ചെറുതാണ്. ഞങ്ങൾ പാത്രങ്ങളാണ്. ഞങ്ങൾക്ക് വലിയ മീൻ കഴുകി വൃത്തിയാക്കി വെച്ച് അത് ഞങ്ങൾ അരപ്പിലോട്ട് ഇടുവാണ്. അടുപ്പിലോട്ടോ? അരപ്പ്. പാട്ട് പാടിയ ഞങ്ങൾ വറ്റ കറി വയ്ക്കാൻ പോകുക. വറ്റ നമ്മൾ കഷ്ണങ്ങൾ പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴുകി വെച്ചിരുന്ന കഷ്ണങ്ങൾ പറക്കി അരപ്പിനൊക്കെ ഇടുക. അടുപ്പല്ലേ, അരപ്പാണേ. ഇട്ടു. ഇതിനകത്ത് വെള്ളം എന്തെങ്കിലും തരാല്ലേ?
ചൂടില്ല. ഇട്ട് ബിരിയാണി ചൂട് ഈ ഇലയും കുറച്ച് വേണം. ഇട്ടു. നമ്മളിത് അടച്ച് വെക്കും. മഞ്ഞപ്പൊടി ഇട്ടില്ല, എല്ലാം മറന്നു കേസ്. പല ടെൻഷനാണ്. നീങ്ങ കുടിക്കണം. അടച്ചു വെച്ചു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കടപ്പൊക്കെ നമ്മൾ മീൻ ഇടാൻ വേണ്ടിയുള്ള ഉലുവ പൊട്ടിക്കുകയാണ് അമ്മ. ആ ഉലുവ എന്ത് ചെയ്തു അമ്മ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. മിക്സി ഉണ്ടോ? മിക്സി ഉണ്ടോളൂ. പ്രീതിയാണ് ഇവിടെ മിക്സിയുടെ പേര്. പൊടിച്ചിരിക്കുകയാണ്. എന്നാക്കോട്ടെ കയറി. ഇനി അത് ഉലുവ ഇട്ടിട്ടില്ലല്ലോ നമ്മളിതൊരു വിടാൻ പോവാം. ഉലുവനി മീൻകറി ഇട്ടിടണം. അടുപ്പത്തായതുകൊണ്ട് ഗ്യാസിലോട്ട് പെട്ടെന്ന് കത്തി എത്തുന്നില്ല. അടുപ്പത്തായതുകൊണ്ട് പെട്ടെന്ന് സമയം എടുക്കും മീൻകറി വെന്ത് കിട്ടാൻ വേണ്ടി. കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കും. എന്നിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ച് കുറച്ച് വറ്റണല്ലേ, വെള്ളം കൂടെ വറ്റണം. വെന്ത് കഴിയുമ്പോൾ ചീര് പറ്റിക്കത്തില്ല കേട്ടോ. പറ്റിക്കാണ്ട് എടുക്കുന്നത് ചാറ് വേണമല്ലോ. അപ്പോൾ ആ രീതി പറ്റിച്ചെടുക്കാം. മീൻകറി അടച്ച് വെച്ചിരിക്കുന്നു. ഈ തീ അരിച്ചത് വെന്ത് കിട്ടുന്നവരെ അരമണിക്കൂറോളം, കാരണം അടുപ്പായതുകൊണ്ട് അരമണിക്കൂറോളം പിടിക്കും. പിന്നെ വിറക് മൊത്തം പച്ചയാണ്, അത് ഉണങ്ങിയിട്ടില്ല വിറകൊന്നും. അപ്പം അതൊക്കെ ഇത് നനഞ്ഞ വിറവാ. വിറവേ നനഞ്ഞതാ കേട്ടോ. മഴ പെയ്ത് നനഞ്ഞു. നമ്മുടെ അടുക്കള ചുറ്റും കാണിക്കാം. ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ വീഡിയോ എടുത്ത് തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്ത് മൊത്തം ഹോം ടൂർ നടത്താം ഒരു ദിവസം. പിന്നെ വരുമ്പോൾ ഓരോ വീഡിയോസ് ഇടാം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടിങ്ങാണ് നമ്മൾ വിജയം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോസ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാൻ തുടങ്ങുന്നത്. നമുക്കിതിനെപ്പറ്റി ഒരു അന്തം കുന്തമില്ല. അപ്പോൾ സമയം കിട്ടുന്ന പോലെ വീഡിയോ ഒക്കെ ഇടാം. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതാവട്ടെ. ഞങ്ങൾ അടുപ്പ് അടച്ചു, മീൻകറി അടച്ചിട്ടു, തീയിരിക്കുകയാണ്. അരമണിക്കൂർ മുമ്പ് ഞങ്ങളിത് കറി വരും. അപ്പം ഞാനിപ്പോഴത്തെ മാഗി ഇല്ലട്ടെ കേട്ടോ. ഞങ്ങൾ മാഗി ഉണ്ടാക്കിയിട്ട് തൊട്ട് പറയത്തന്നെ മീൻകറി അപ്പം മാഗി കഴിക്കാൻ വേണ്ടി പോവാണ്. മാഗി ഒരു ഇതായി, ഒരു ചില നടത്തുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മുമ്പ് ഉള്ളതിനേക്കാൾ നോക്കും ഇപ്പം നോക്കും മാഗി എത്ര ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാ ബൈ ബൈ സീ യു. ഓക്കെ, ഓക്കെ. താങ്ക് യു. ഓക്കെ.